നമ്മൾ ഇന്നുള്ളത് നമ്മളുടെ ബാലിയിലെ കുട്ട ബീച്ചിലാണ്. കുട്ട ബീച്ചിലേക്ക് കേറി വരുന്ന സമയത്ത് നമ്മൾ കുറേ വിദേശികള് ഒരു പ്രത്യേക തരം വണ്ടിയുടെ മുന്നിലായിട്ട് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതായിട്ട് കണ്ടു. ഇവിടുത്തെ ഒരു ബിയർ ട്രക്കാണ്. ഈ ഒരു ട്രക്കില് അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ബിയർ സെർവ് ചെയ്യുന്നത്. ഈ സെർവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊരു സഞ്ചരിക്കുന്ന മിനി ബാർ എന്നൊക്കെ പറയാം. അതുപോലെ നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷന്റെയും മുന്നിലൂടെ ഇത് സഞ്ചരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് ബിയറൊക്കെ അടിച്ച് അവിടെ ഇരിക്കാം. നമ്മളുടെ ഗോവയിലൊക്കെ നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോപ്പി ലുവാക്ക് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫിയാണ്. എന്നാൽ ഇവിടെ ഇതിന് അത്ര അധികം വിലയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ 250 തൊട്ട് 300 രൂപ വരെയാണ് ഇവിടുത്തെ കോഫിക്ക് എനിക്കായത്. ഇതിൻ്റെ ശരിക്കുമുള്ള ഓതന്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര അധികം കോഫി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ആളല്ല. അവിടുന്ന് ഞങ്ങൾ പോയത് ചെറിയൊരു മാർക്കറ്റിലേക്കാണ്. അവിടെ പലതരം സൊവിനിയേഴ്സ് ഉണ്ട്. നമുക്ക് നാട്ടിലൊരു പുതിയൊരു വീടൊക്കെ പണിയാണെങ്കിൽ നമുക്ക് വീട് നിറയെ അലങ്കരിക്കാനായിട്ട് ഇഷ്ടം പോലെ തരം സൊവിനിയേഴ്സ് ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് നേരെ നടക്കുമ്പോഴാണ് നമ്മളൊരു പ്രത്യേക തരം ഒരു സ്ഥലത്തെത്തിയത്. ഇവിടെ ടീത്ത് വൈറ്റനിങ്ങിന് മാത്രമുള്ളൊരു സ്റ്റോറാണിത്. ടീത്ത് വൈറ്റനിങ് മാത്രമായതുകൊണ്ട് പ്രത്യേകിച്ച് ഡെന്റൽ അസോസിയേഷന്റെ അംഗീകാരം കാര്യങ്ങളൊന്നും ഈ ഒരു സ്റ്റോറിന് വേണ്ടതായിട്ടില്ല.